ഒരു 2 വർഷം മുൻപ് ഞാൻ പോയൊരു സോളോ ട്രിപ്പിൻ്റെ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാശിക്ക്, വാരണാസിയിലേക്ക് ഒരു സോളോ ട്രിപ്പ് പോകണം എന്നുള്ളത്. അതിന് പുറകിൽ വല്ല കാരണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടൻറ് ക്രിയേഷൻ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആവുക, ഒരുപാട് യാത്രകൾ ചെയ്യുക. സ്ഥിരം നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടുവരുന്ന ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ച് ഒരു ഐഫോണൊക്കെ വാങ്ങി, എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതായിരുന്നു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് സോളോ ട്രിപ്പ് എന്ന് എല്ലാവരും പറയുന്നു അല്ലേ, ചാർലിയൊക്കെയാണെന്ന് തോന്നുന്നു അതിലൊരു ഇൻസ്പിറേഷൻ. ഒറ്റയ്ക്കൊരു മനുഷ്യൻ ഒരുപാട് ദൂരം ഒരുപാട് പേരെ കണ്ടും അറിഞ്ഞും യാത്ര ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് ശരിക്കുള്ളത്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അതിനെപ്പറ്റി കൂടുതൽ അറിയുള്ളൂ എന്ന് വിചാരിച്ചു. നമ്മുടെ ഡെസ്റ്റിനേഷൻ കാശി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാൻ കുറച്ച് പാടായിരുന്നു. കാരണം ഇനി ഇവൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ളതായിരുന്നു അവരുടെ വലിയൊരു ആശങ്ക. പക്ഷേ ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കതിനുള്ള സമ്മതം കിട്ടിയത്. പക്ഷേ എനിക്ക് തന്നെ നല്ല വിശ്വാസം കേട്ടോ, എവിടെ പോയാലും നമ്മുടെ നാടും പച്ചപ്പും ഹരിതാപയൊക്കെ വിട്ട് എങ്ങോട്ട് പോകാനാണ്. പക്ഷേ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനും അറിയാനൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ചെറിയൊരു പ്രായത്തിൽ കാശിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നെന്ന് പറയാതെ വയ്യ. ബനാറസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ കാശിയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കാശി അടിസ്ഥാനമായിട്ടാണ് കുറേ സീൻസൊക്കെ. ഞാനൊന്ന് 7 8 പഠിക്കുന്ന സമയം. അപ്പോൾ അന്ന് മുതലേ കാശി ഒന്ന് കാണണമെന്ന്, അല്ലെങ്കിൽ എന്തോ അതിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു പറയാതെ വയ്യ. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു യാത്ര പോകണം. പലരും സോളോ ട്രിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന പലരുടെയും നെറ്റി ചുളിയാറുണ്ട്. എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ആരുമില്ലാതെ, ഫ്രണ്ട്സ് ഇല്ലാതെ, ഇഷ്ടപ്പെട്ട ആരുമില്ലാതെ എങ്ങനെയായിരിക്കും ആ യാത്ര? അത്തരത്തിലൊരു യാത്ര പോകാൻ എനിക്ക് പ്രചോദനമായതും അങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണ്. അതിനെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ആ ഒരു യാത്രയെ അറിയാനായിട്ട്, നമ്മളെ അറിയാനായിട്ട്. പോയി വന്നതിന് ശേഷം ഞാൻ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലെങ്കിലും എല്ലാവരും ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം. ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് സത്യങ്ങൾ അറിയുമെന്ന്. എനിവേ, ഞാൻ കണ്ട കാശിയും എൻ്റെ യാത്രയും എൻ്റെ അനുഭവങ്ങളും ഞാനിവിടെ ചേർക്കുന്നു.